ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അറിയാതെ നമ്മുടെ പേരിലെടുത്ത പല മൊബൈൽ കണക്ഷനും ഭാവിയിൽ നമുക്ക് പല പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പേരിൽ ആരെങ്കിലും കോർപ്പറേറ്റ് ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ബൾക്കായി ഫോൺ നമ്പേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിനായി നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം സഞ്ചാർ സാത്തി എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു സൈറ്റ് വന്നിട്ടുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ലഭിക്കും. നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മുടെ പേരിലുള്ള മൊബൈൽ കണക്ഷനെ കുറിച്ച് നിങ്ങൾ അറിയുക എന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്രകാരം കൊടുത്ത് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ ഇവിടെ ഈ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. ഇനി വാലിഡേറ്റ് ക്യാപ്ച എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ആയിട്ടുണ്ട്. ഈ OTP നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം ലോഗിൻ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇതിന് താഴെയായി മറ്റേതെങ്കിലും നമ്പറെല്ലാം ഈ നമ്പറുമായി ടാഗ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഇവയെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ മാത്രമാണ് കാണിക്കുന്നത്. അതിനാൽ തന്നെ ഈ നമ്പർ ഉപയോഗിച്ച് മറ്റ് നമ്പർ ഒന്നും ടാഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കുറേ നമ്പറെല്ലാം വരികയാണെങ്കിൽ, അതായത് നമ്മുടേതല്ലാത്ത നമ്പറെല്ലാം കാണുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്രകാരം നോട്ട് മൈ നമ്പർ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ നോട്ട് റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്രകാരം നമുക്കിത് റിപ്പോർട്ട് ചെയ്യാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ 4,92,637 റിക്വസ്റ്റ് ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൽ 12,261 റിക്വസ്റ്റ് റിസോൾവ് ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്ത് നിങ്ങളും എന്തെങ്കിലും പ്രോബ്ലം എല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്